അവളെന്റെ മോനെ കൊന്നു. അവളെന്റെ മോനെ പൈസക്ക് വേണ്ടി കൊന്നു കളഞ്ഞു. കുറച്ചു ദിവസം മുമ്പ് അവരുടെ കല്യാണം കഴിഞ്ഞ്. ഇവള് തന്നെയാ സാർ, ഇവള് തന്നെയാ അവരെ കൊന്നു കളഞ്ഞ്. എന്താണ് സംഭവിച്ചത്? എത്രയെന്ന് വെച്ചാൽ അത് തന്നോ? 10 രൂപ കൂട്ടിത്താ. പ്ലീസ് സർ, മർഡർ കേസ്. 3 ദിവസം മുമ്പെയാണ് മിസ്സിംഗ് കംപ്ലൈന്റ് കിട്ടിയത്. കൊല നടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഇയാളുടെ അമ്മ ഇന്നലെയാണ് തിരിച്ചെത്തിയത്. രാവിലെയാണ് ബോഡി കണ്ടത്. ബോഡി ഇപ്പോഴും ഡ്രമ്മിൽ എന്താ ചെയ്യുന്നേ? സ്ട്രെച്ചർ ഒന്നും കിട്ടിയില്ലേ? നീയാണോ അവനെ വിളിച്ചത്? സർ ആക്ച്വലി തലത്തിന്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ സിറ്റിയിലേക്ക് മാറിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൾ റെക്കോർഡ് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക്. ഇവളെ കൊണ്ടുപോ സാർ, ഇവളെന്റെ കൺമുന്ന് കൊണ്ടുപോ. ചേച്ചി കഴിക്കാനൊന്നുമില്ലേ? നല്ല വിശപ്പ്. മിസ്റ്റർ മനോജ് കുമാർ, ഐ മീൻ സർ, എൻ്റെ പോയിന്റ് എന്താന്ന് വെച്ചാ, വെറും സ്വത്തുക്കൾക്ക് വേണ്ടി എന്തിനാ കൊല്ലുന്നത്? കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ ഇവർക്ക് തന്നെ കിട്ടാൻ പോകുന്നത്. പക്ഷേ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എനിക്ക് സത്യം പറ സുലോചന, ഇല്ലെങ്കിൽ ഇപ്പൊ ഇവന്റെ തല പൊട്ടിത്തെറിക്കുന്നത് കാണാം. അവനൊന്നും ചെയ്തിട്ടില്ല സാർ, ചെയ്തത് ഞാൻ തന്നെയാ. കിച്ചണിലുണ്ടായ ഫോട്ടോസ് ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇവളവന്റെ ഭാര്യയല്ല, വെപ്പാട്ടി. നിന്റെ അമ്മ വിചാരിച്ചു അയാളെ കൊന്നതിന് ശേഷം സ്വത്തുക്കൾക്ക് നിനക്ക് കിട്ടുമെന്ന്. പക്ഷെ നിന്റെ അമ്മ മറന്നുപോയ കാര്യം എന്താന്ന് വെച്ചാ, സ്വത്തുക്കൾക്ക് മുമ്പേ എന്റെ സംശയം നിന്നിലേക്ക് എത്തുമെന്ന്. ഈ ചെറിയ ലോജിക് മിസ്സായില്ല സുലോചന. സർ, ഇയാൾ യൂണിഫോം ഇടാറില്ലേ? അവൻ അതിന്റെ ആവശ്യമില്ല. ഇയാൾ സാറിനെ സല്യൂട്ട് ചെയ്തില്ലല്ലോ. സല്യൂട്ട് ആണെങ്കിലും ബുള്ളറ്റ് ആണെങ്കിലും ആവശ്യമുള്ളതുപോലെ കൊടുക്കും. സൂപ്പർ. ഇവനെത്ര കേസ് തെളിച്ചിട്ട് എന്താ കാര്യം? അവന്റെ പാസ്റ്റ് അവനെ വിട്ടുപോകും.